സുധാകരൻ എന്നെ വെടിവെക്കാൻ അയച്ച ഒരാൾ RSSകാരനായിരുന്നു, ഒരാൾ രണ്ടുപേരും RSSകാരായിരുന്നു. തലശ്ശേരിക്കാരനും RSS ആയിരുന്നു, കൂത്തുപറമ്പിൽ ഒരു RSS ആയിരുന്നു. ആ രണ്ടുപേരെയും വാടകയ്ക്കെടുത്ത് സുധാകരനാണ്. എന്നിട്ട് ആ തോക്കും കൊടുത്ത് അയച്ചത്. സുധാകരൻ ആ തോക്കിൻ്റെ പക ഇപ്പോഴും തീർന്നിട്ടില്ല അല്ലേ? ഇതൊന്നും നല്ല രാഷ്ട്രീയമല്ലെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തോ മരുന്ന് കഴിച്ചിട്ടില്ല, ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു, ഏതോ ഒരു അരുവത്തിലേക്ക് എത്തുന്നു. ഏതാണ്ട് മോഹൻലാലിൻ്റെ ഒരു സിനിമയിലൊരു വാക്കുണ്ട്, അത് ഞാൻ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിലവാര തകർച്ച കോൺഗ്രസ് എത്രമാത്രം നേരിടുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ. അതുകൊണ്ട് നിലവാരം കുറഞ്ഞ ഒരാളോടും ഞാൻ പ്രതികരിക്കാനില്ല. ഞാൻ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ VD സതീശൻ്റെ പ്രശ്നം വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിലവാരമുള്ളതിനോട് ഞാൻ മറുപടി പറയും. അല്ലാതെ എന്തും വിളിച്ചു പറഞ്ഞ് നടക്കുക, ഒന്നും പറയാനില്ല, എന്തും വിളിച്ചു പറഞ്ഞ് നടക്കുക, അതിനു വേണ്ടിയിട്ട് കഥ മെനയുക. ഞാൻ മനസ്സിലാക്കുന്നത് ചില മാധ്യമ സുഹൃത്തുക്കളുമായി ആശയവിനിമയം നടത്തിയിട്ടാണ് സുധാകരൻ ഈ കാര്യങ്ങൾ തയ്യാറാക്കിയത്. പലരുമാണ് ഉപദേശിച്ചത്. ഞാൻ പോയത് എന്നോടൊപ്പം പോലീസുകാരുണ്ട് എപ്പോഴും. എല്ലാം ഇന്നൊരു കാര്യം മനസ്സിലാക്കി, എല്ലാം പകർത്തിക്കൊണ്ടിരിക്കുന്ന രംഗമുണ്ട്. ഇന്ന് CCTVകളുണ്ട്. എന്തെങ്കിലും പറഞ്ഞ് എങ്ങോട്ടേക്കും പോകും. എനിക്ക് ഇതുവരെ എനിക്ക് ഒരാൾ പറഞ്ഞൊരു കാര്യം, ഞാൻ പിന്നെ ഉമ്മൻചാണ്ടി മരിച്ച അവസരത്തിൽ ആ സ്റ്റേജിൽ വെച്ചാണ് ഞാൻ ഒരാളെ എൻ്റെ ഒരു 5 മീറ്റർ അകലെ കണ്ട ഒരാളാണ്. ഇപ്പോൾ ഞാൻ ഒരു വർത്തമാനവും പറഞ്ഞിട്ടില്ല, എനിക്കറിയൂല്ല, ഒരു ബന്ധവുമില്ല. ആ സ്റ്റേജിൽ ഞങ്ങളെല്ലാം രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. ഇരിക്കുന്ന കൂട്ടത്തിലുണ്ടായ ഒരു BJP നേതാവിനെ ഞാൻ കാണുന്നതും അവിടെ വെച്ചാണ്, നേരിട്ട്. ആക്ഷേപം എനിക്കെതിരായിട്ട് ഉന്നയിക്കുക എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ പോലെ വൃത്തികെട്ട രാഷ്ട്രീയമല്ല എൻ്റേത്. എൻ്റേത് രാജ്യത്തിന് വേണ്ടി പോരാടുന്ന രാഷ്ട്രീയമാണ്. ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം കാണാൻ ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി പോരാടുക, അതിനുവേണ്ടി ജീവത്യാഗം ചെയ്യേണ്ടി വന്നാൽ അഭിമാനമായി കാണുന്നതാണ് എൻ്റെ പാർട്ടി. ആ പാർട്ടിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെല്ലാം പലപ്പോഴും ഞങ്ങൾക്കൊരു തെറ്റും പറ്റരുത്. ശരിയായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണം. അസംബന്ധങ്ങളും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളും വായിക്ക് തോന്നുന്ന വിളിച്ചു പറയുകയും ഒക്കെ ചെയ്യുന്ന നിലയിലേക്ക് രാഷ്ട്രീയം എത്തിയില്ലേ? ഇവരുണ്ടാക്കിയതല്ലേ അത്? ഈ സുധാകരൻ ഉണ്ടാക്കി വെക്കുന്നതല്ലേ ഇത്? ഇതാർക്കെങ്കിലും സ്വീകരിക്കാൻ പറ്റൂ? അതുകൊണ്ട് എനിക്ക് മാധ്യമ സുഹൃത്തുക്കളോട് പറയുന്നത്, ഇത്തരത്തിലുള്ള ഈ തെറ്റായ വൃത്തികെട്ട നിലപാടുകൾ കാണുമ്പോൾ നിങ്ങളത് നെഗ്ലക്റ്റ് ചെയ്യണം. കാരണം ഈ TV-യിൽ പ്രത്യക്ഷപ്പെടാനുള്ള വ്യഗ്രത കൊണ്ട് പലതരത്തിലുള്ള പ്രവണതകളും വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ മാധ്യമ സുഹൃത്തുക്കൾ ഈ കാര്യങ്ങളിൽ രാഷ്ട്രീയത്തിൻ്റെ മാന്യത കാത്തു സൂക്ഷിക്കാൻ, ഇത് ഉപയോഗിക്കുന്ന നേതാക്കളെക്കാളും മാന്യത നിങ്ങൾക്കുണ്ടെന്ന് തെളിയിക്കാൻ നിങ്ങൾ നിലപാട് സ്വീകരിക്കണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തും വിളിച്ചു പറയുക, എന്തും പറയുക, ഒരടിസ്ഥാനവും വേണ്ട. ഞങ്ങളൊക്കെ ഇങ്ങനെ സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ? ഞാൻ പറയുന്നത് പിന്നെ BJP-യുടെ നേതാവ് വേറൊന്നും പറയാത്തത്, വേറെന്തെങ്കിലും പറഞ്ഞെങ്കിൽ എന്താ കഥ? അതുകൊണ്ട് കാരണം നമ്മളെല്ലാം പുരുഷന്മാരാണല്ലോ, എന്തെങ്കിലും പറഞ്ഞെങ്കിൽ എന്താ കഥ? ഇങ്ങനെയാണോ രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ടത്? ഇതാണോ BJP-യുടെ രാഷ്ട്രീയം? ഇത് ഈ നാട് കാണട്ടെ, ജനങ്ങൾ കാണട്ടെ. ജനങ്ങളാണ് പരമാധികാര ശക്തി. ഞങ്ങൾക്ക് അവരിലാണ് വിശ്വാസം. അവരിത് കാണും, മനസ്സിലാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്ത് ബന്ധം? എനിക്ക് എന്ത് ബന്ധം? അത് എനിക്കറിഞ്ഞൂടാ. ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഈ സുധാകരൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് സുധാകരൻ്റെ വക്കീൽ നോട്ടീസ് അയക്കാനുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. ഇത്തരത്തിലുള്ള നടപടികൾ ഇനി ഉണ്ടാകരുത്. ഈ രാജ്യത്തിൻ്റെ അഭിമാനം
രാഷ്ട്രീയ മര്യാദ, രാഷ്ട്രീയ അന്തസ്സ് കളഞ്ഞു കുളിക്കാൻ ഒരാളെയും സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ സുധാകരനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നടപടി സ്വീകരിക്കുക. മാനനഷ്ട കേസ്. മരുന്ന് കുടിച്ചിട്ടുണ്ടാവില്ല. അത് ഞാൻ എന്തും പറയുന്നവർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? അതേ ഞാൻ പറയുന്നുള്ളൂ. എന്ത് രാമനിലയം? ഞാൻ പറയുന്നത് എന്തിനാ ഞാൻ അങ്ങോട്ട് പോകുന്ന ആരെങ്കിലും അടുത്ത് ഒരു ശ്രീതാമസിംഗ് മുറിയിലേക്ക് ഞാൻ പോകുന്ന എന്തൊക്കെ നിങ്ങളിതൊക്കെ ഒരു ഞാൻ പറഞ്ഞതിൻ്റെ നിങ്ങൾ ഈ പറയുന്നതിൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കും. ഞാൻ പോകാനോ ഇങ്ങനെ നിങ്ങൾ എന്നെ ചെറുതാക്കരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. അല്ല, പ്രധാനമന്ത്രി പദം പറയാത്തത് നന്നായി. എനിക്കറിയില്ല. അത് അവരോട് ചോദിച്ചു നോക്കണം. അത് അവരോട് ചോദിച്ചു നോക്കണം. എനിക്ക് ഇത്തരക്കാരുമായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധവുമില്ല. എനിക്ക് പലരുമായിട്ട് പരിചയമുണ്ട്. ഞാൻ പോകുന്ന പല സ്ഥലത്തും വരുന്നുണ്ട്, പലരും അങ്ങനെ കാണുന്നുണ്ട് എന്നുള്ളതല്ലാതെ എനിക്ക് വേറെ ഞാൻ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എല്ലാവരുമായിട്ടും സൗഹൃദം സ്ഥാപിക്കാൻ എല്ലാവരുമായിട്ടും നല്ല ബന്ധവും കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. അത് രാഷ്ട്രീയത്തിനപ്പുറമുണ്ട്, രാഷ്ട്രീയത്തിലുള്ളവരുണ്ട്. ഞാൻ എൻ്റെ മര്യാദയും എൻ്റെ അന്തസ്സും കാത്തു സൂക്ഷിക്കാൻ എല്ലാ കാലത്തും ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതയ്ക്കെതിരെ നിങ്ങളെല്ലാം മാധ്യമ സുഹൃത്തുക്കൾ നല്ലതുപോലെ പ്രതികരിക്കണം. ഇതിനെ പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.